So, hello and welcome to NICE Academy. So, 10th September 2025 Wednesday, important news articles ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. Moving on to first article. So, ഹിന്ദുവിൽ ഇന്ന് ഫ്രണ്ട് പേജിൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾ ആണ് നേപ്പാൾ ഇൻ കെയോസ്, PM Oli resigns, Parliament top court set affair. So, GS paper 2, Polity and Governance, GS paper 2, International Relations and for Ethics, Integrity, Aptitude ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. വളരെ ചെറിയൊരു ആർട്ടിക്കിളാണ്. ദാറ്റ് മീൻസ് റീസെൻ്റ് ആയിട്ട് നമ്മുടെ നേപ്പാളിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മെയിനായിട്ട് ഈ പ്രൊട്ടസ്റ്റ് നടക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ആൻറ്റി കറപ്ഷൻ പ്രൊട്ടസ്റ്റുകളാണ് നേപ്പാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് യൂത്ത് ലെഡ് ചെയ്തിരിക്കുന്ന ഒരു ആൻറ്റി കറപ്ഷൻ പ്രൊട്ടസ്റ്റ്. അപ്പം ദാറ്റ് മീൻസ് അവിടെയുള്ള നിലവിലുള്ള ഗവൺമെന്റിലുള്ള വിശ്വാസം അവിടുത്തെ യൂത്തിന് നഷ്ടപ്പെട്ടു. അതാണ് മെയിനായിട്ട് ഈ ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടാവാനുള്ള മെയിൻ കാരണം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ആക്ഷൻസുകളും ഡെമോൺസ്ട്രേഷൻസും ഫയറിങ്ങും അതിലൂടെ ഒരു 19ഓളം ആളുകൾ പോലും മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ ഈ പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ട് തന്നെ അവർ പാർലമെന്റിന് ഫയർ വെച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ സുപ്രീം കോർട്ട്. അതായത് ഡെമോക്രാറ്റിക്കലി ഉള്ള എല്ലാ വ്യവസ്ഥിതിനെയും കംപ്ലീറ്റ്ലി അവർക്ക് താല്പര്യമില്ല എന്ന കണ്ടീഷൻസിലായിരുന്നു ഈ ഒരു പ്രൊട്ടസ്റ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മെയിൻ ആയിട്ട് അവരെന്താ പറയുന്നത്, അവിടുത്തെ പൊളിറ്റിക്കൽ കറപ്ഷനാണ്. അതായത് നേപ്പാളിലെ പൊളിറ്റിക്കൽ കറപ്ഷനും അവിടുത്തെ ലീഡർഷിപ്പ് ഫെയിലറുമാണ്. അപ്പോൾ എന്താണ് ഇതിന്റെ മെയിൻ കാരണം? അപ്പം ചുമ്മാ ഒരു കറപ്ഷൻ കൊണ്ട് മാത്രം ഈ യൂത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രൊട്ടസ്റ്റ് ലീഡ് ചെയ്യില്ല. അപ്പോൾ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു റൂട്ട് കോസ് എന്ന് പറയുന്നത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നതാണ്. അതുപോലെ തന്നെ വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഒരു ഫ്രസ്ട്രേഷൻ, ദാറ്റ് മീൻസ് കറപ്ഷനെതിരെയും അതിനേക്കാൾ ഉപരി നെപ്പോട്ടിസം, അതായത് അവിടെയുള്ള ആളുകളെ, ദാറ്റ് മീൻസ് നെപ്പോട്ടിസം മീൻസ് അതായത് പൊളിറ്റീഷ്യൻസിന്റെ മക്കള് ആ ഒരു രീതിയിൽ ഒരു തായ്വഴി കണ്ടീഷൻസ് പോകുന്നതിനാണ് നമ്മൾ നെപ്പോട്ടിസം എന്ന് പറയുന്നത്. അപ്പം ഓവർ ആയിട്ടുള്ള കറപ്ഷൻസും നെപ്പോട്ടിസം, അതുപോലെ തന്നെ അവരുടെ എലൈറ്റ് ലൈഫ് സ്റ്റൈൽ, അതായത് പൊളിറ്റീഷ്യൻസിനും ചിൽഡ്രൻസിനും മാത്രം എലൈറ്റ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽസും കാര്യങ്ങളും കിട്ടുന്നു. അവിടുത്തെ ബാക്കിയുള്ള യൂത്ത് എവിടെയായിരിക്കും? ഏറ്റവും പുവർ കണ്ടീഷൻസിലേക്ക് ജീവിക്കുന്നു. സോ ഇതാണ് മെയിൻ ആയിട്ടുള്ള ആ ഒരു കറപ്ഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രൊട്ടസ്റ്റ് നടക്കാറുണ്ടായിരിക്കുന്ന ഒരു മെയിൻ കാരണം. Okay, the protest movement lacked a clear leader or direction, increasing the sense of chaos and risk of instability. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാനുള്ള കാര്യം, ഇത്തരം പ്രൊട്ടസ്റ്റ് ഉണ്ടെങ്കിൽ പോലും എന്തിനായിരുന്നു ഇത്രയും വലിയൊരു ഫയറൊക്കെ വെച്ചിരിക്കുന്ന ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്നതിന്റെ കാര്യം? മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊട്ടസ്റ്റിന് വ്യക്തമായിട്ടുള്ള ലീഡർഷിപ്പ് ഇല്ല, അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ഡയറക്ഷൻസ് ഇല്ല, വ്യക്തമായിട്ടുള്ള അജണ്ട ഇല്ലാത്ത കണ്ടീഷൻസിലാണ് ഈ ഒരു പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു സമരമുറ നേപ്പാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂത്തിന് തോന്നുന്ന കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാർലമെന്റിനും സുപ്രീം കോടതിനൊക്കെ തീവയ്ക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ എന്താണ് സ്ട്രക്ചറൽ ഫെയിലിയർ? നേപ്പാൾ പൊളിറ്റിക്സ് ഉണ്ടായിരിക്കുന്ന സ്ട്രക്ചറൽ ഫെയിലിയർ എന്തായിരുന്നു? അതായത് നേപ്പാൾ ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ആയതിനു ശേഷം പോലും ആ ഡെമോക്രസി വന്നത് ഇപ്പൊ റീസെന്റ് ആയിട്ടാണ് നേപ്പാളിൽ ഈ ഒരു ഡെമോക്രസി വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഒരു ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് ആയിട്ടുള്ള ഗവൺമെന്റ് വന്നിട്ടുള്ള റീസെന്റ് ആയിട്ടാണ്. അതിനു മുന്നേ ഒരു തായ്വഴി എന്നൊരു രാജാവ് എന്നൊരു കണ്ടീഷൻസിലായിരുന്നു നേപ്പാളിൽ ഭരണം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ബട്ട് ആ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് വരുന്ന സമയത്ത് നൽകിയിട്ടുള്ള പല പ്രോമിസുകളും എന്ത് ചെയ്തില്ല, പാലിച്ചിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഈ ഒരു കറപ്ഷനും അതുപോലെ തന്നെ ഈ ഒരു പ്രൊട്ടസ്റ്റിനും മെയിൻ ആയിട്ട് കാരണമായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഒരു പൊളിറ്റിക്കൽ വാക്വം അവിടെ സൃഷ്ടിച്ചിരിക്കുന്നു. ദാറ്റ് മീൻസ് എലക്ട് ചെയ്തതിന് മുന്നേ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാമെന്ന് പറയുന്നു, ബട്ട് എലക്ട് ചെയ്തതിന് ശേഷം ആ ഒരു ലീഡേഴ്സ് എന്ന് പറയുന്നു ആ ഒരു കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യുന്നില്ല. അതായിരുന്നു ഈ പ്രൊട്ടസ്റ്റിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. ഇനി വീക്ക് ആൾട്ടർനേറ്റീവ്സ് ആൻഡ് അൺസർട്ടൈൻ ഫ്യൂച്ചർ. അപ്പം ഈ ഒരു കണ്ടീഷൻസിലേക്ക് മുന്നോട്ട് പോവുകയാണ്. കാരണം ഡെമോക്രാറ്റിക് വ്യവസ്ഥയെ തന്നെ താറുമാറാക്കുന്ന ലെവലിലാണ് അവിടെ പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനിയും ഈ ഒരു കണ്ടീഷൻസ് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് വ്യക്തമായിട്ടുള്ള ടോക്കുകളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡെഡ് ലോക്കുകളോ റെക്ടിഫൈ ചെയ്യാതെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നേപ്പാളിലെ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് വീണ്ടും ഫെയിലിയർ ആണെന്നുള്ള കണ്ടീഷൻസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പം ഈ ഒരു കണ്ടീഷൻസിൽ നമ്മൾ ഈ ഒരു ഓതർ പറയുന്ന ഒരു സജഷൻ എന്ന് പറയുന്നത് ഒരു ഇൻട്രീം ഗവൺമെന്റ്, അതായത് ഒരു താൽക്കാലികമായിട്ട് നിലവിലുള്ള എല്ലാ ലീഡർഷിപ്പ് ആളുകളെയും അവിടെ നിന്ന് മാറ്റി താൽക്കാലികമായിട്ടുള്ള ഗവൺമെന്റ് കൊണ്ടുവരും. അതാണ് ഇന്ററിം ഗവൺമെന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു മിലിറ്ററി ബാക്ക് ചെയ്തിരിക്കുന്ന ഒരു കെയർ ടേക്കർ സെറ്റപ്പ്, അതായത് ഒരു ഗവൺമെന്റ് ഇല്ലാത്ത കണ്ടീഷൻസിൽ ആ മിലിറ്ററി ആയിരിക്കും അതിന്റെ ചുമതല ഏറ്റെടുക്കുന്നത്. ഓക്കെ, നമ്മുടെ മിലിറ്ററി റൂളൊക്കെ പറഞ്ഞ പോലെ ഒരു മിലിറ്ററി ബാക്ക്ഡ് കെയർ ടേക്കറോ അല്ലെങ്കിൽ ഒരു ഇന്ററിം ഗവൺമെന്റ് ഉടനെ തന്നെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഈ ഒരു പ്രൊട്ടസ്റ്റ് വീണ്ടും മുന്നോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ മെയിനായിട്ട് നോക്കേണ്ടത് ഡെമോക്രാറ്റിക്കലി ഒരു ഡെമോക്രസി റീസെന്റ് ആയിട്ടാണ് നേപ്പാൾ വന്നത്. ആ ഡെമോക്രസി വ്യക്തമായിട്ട് അവർക്ക് ലീഡേഴ്സിന് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഈ ഒരു ആർട്ടിക്കിളിന്റെ ഏറ്റവും മെയിൻ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ, ഇന്ത്യൻ അക്കാദമിയ ഇൻ ടൈംസ് ഓഫ് ജനോസൈഡ്.
ഈ ആർട്ടിക്കിളിന്റെ ഏറ്റവും ക്രക്സ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്കിവിടെ നോക്കാനുള്ളത് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂല് ഞാനൊരു ഓർഗനൈസേഷൻ പരിചയപ്പെടുത്തരാം. ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ് ഓൺ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ്, IOAA എന്ന് പറയും. അപ്പോൾ അതിന്റെ റീസെന്റ് ആയിട്ടുള്ള എന്താണ് ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു കമ്മിറ്റി നമ്മുടെ ഇന്ത്യയിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 500 ഇന്ത്യൻ സയന്റിസ്റ്റുകളും ഇവരൊക്കെ ചേർന്നിട്ടുള്ള ഒരു ഇന്റർനാഷണലി അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ് ഓൺ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ്. ഒരു സയന്റിഫിക്കൽ ഓർഗനൈസേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ബട്ട് ഈ ഒരു സയന്റിഫിക്കൽ ഓർഗനൈസേഷൻ റീസെന്റ് ആയിട്ട് നമ്മുടെ മുംബൈയിൽ വെച്ചിട്ടായിരുന്നു റീസെന്റ് ആയിട്ട് ഇതിന്റെ ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ടായത്. ഏകദേശം 63 കൺട്രിയിൽ നിന്നുള്ള റെപ്രസെന്റേറ്റീവ്സ് വന്നിട്ടായിരുന്നു ഈ ഒരു പ്രോഗ്രാമിൽ ഓർഗനൈസേഷൻ നടത്തിയിരിക്കുന്ന പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. മീൻസ് ഇതിന് മെയിൻ കാരണം വെച്ചാൽ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള, അതായത് ലോകത്തിന്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സയൻസ് ഇവന്റ് ആൻഡ് മാറ്റർ ഓൺ നാഷണൽ പ്രൈഡ് ഓഫ് മെനി നാഷൻസ്. ദാറ്റ് മീൻസ് മെയിൻ ആയിട്ട് ഇന്റർനാഷണലി നടക്കുന്ന ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സയൻസ് ഇവന്റ് ആണ് ഈ ഒരു ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ് ഓൺ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് നടത്തുന്നത്. അപ്പോൾ ഇതിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെന്റ് ആയിട്ട് ഇതിൻ്റെ അകത്തുള്ള ഒരുപാട് രാജ്യങ്ങളും ഒരുപാട് അക്കാദമിക്സ് പ്രൊഫഷണൽസും അതുപോലെ തന്നെ സയന്റിസ്റ്റുകളും ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തതിന്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഓർഗനൈസേഷനിലുള്ള ഇസ്രായേലിന്റെ പാർട്ടിസിപ്പേഷൻ എന്ത് ചെയ്യുക, ബാൻ ചെയ്യുക, അല്ലെങ്കിൽ ഒന്നുകൂടെ റീകൺസിഡർ ചെയ്യുക. സോ നമുക്കറിയാം എന്തിനാണ് ഇസ്രായേലിന്റെ പാർട്ടിസിപ്പേഷൻ ബാൻ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പെറ്റീഷൻ മെയിൻലി ആർഗ്യൂ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ ആക്ഷൻ ഇൻ ഗാസ, അതായത് ഗാസയിൽ നടക്കുന്ന ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസുകൾ, അതിന് മെയിൻ കാരണം ആരാണ്? അത് ഇസ്രായേലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ ഈ ഒരു പ്രോഗ്രാമിൽ നിന്ന് മാറ്റി നിർത്തണം, അല്ലെങ്കിൽ ഈ ഒരു അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തണം എന്നാണ് പെറ്റീഷൻസ് മറ്റു പല രാജ്യങ്ങളും പെറ്റീഷൻസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ഇന്റർനാഷണലി ഉള്ള ഈ ഒരു ഓർഗനൈസേഷനകത്തുള്ള ഒരു ഡിസപ്രൂവ് ചെയ്യുക. ദാറ്റ് മീൻസ് ഇസ്രായേലിനെ മാറ്റി നിർത്തുക. കാരണം ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് മെയിൻ ആയിട്ട് ഉണ്ടാക്കാൻ കാരണം ഇസ്രായേൽ ആയിരുന്നു. ഇനി ഇതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ റെസ്പോൺസ് എന്തായിരുന്നു? ദ IOAA ബോർഡ് ആഫ്റ്റർ ഹിയറിംഗ് എവിഡൻസ് ഇൻക്ലൂഡിംഗ് ഫ്രം പാലസ്തീനിയൻസ് overwhelmingly approved the move to disallow Israel participation if such action continue in the future. അപ്പം ഈ IOAന്റെ ബോർഡ് പറഞ്ഞിരിക്കുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിനെ നമുക്ക് ഡിസ്അലോ ചെയ്യാം, ഈ ഒരു പാർട്ടിസിപ്പേഷൻ അത് ഡിസ്അലോ ചെയ്യാം. ഇപ്പം ഈ ഒരു കണ്ടീഷൻ, അതായത് ഗാസയിൽ നടക്കുന്ന ഈ ഒരു കണ്ടീഷൻസ് വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ ഈ ഒരു IOAA എന്ന് പറഞ്ഞിരിക്കുന്ന ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ഡിസ്അലോ ചെയ്യുമെന്നാണ് പറഞ്ഞത്. The decision was made by the international board independent of both the Indian host and Israeli government. Similar academic bans have previously been applied to Russia and Belarus. അപ്പം ഇത്തരത്തിലുള്ള ബാന് നമ്മൾ ആദ്യമായിട്ട് കാണുന്നല്ല. ഇതുപോലുള്ളൊരു ബാൻ മുന്നേ ഉണ്ടായിരുന്നു. റഷ്യക്കും ബെലാറസിനും, അതായത് ദാറ്റ് മീൻസ് ഒളിമ്പ്യാഡ്സിൻ്റെ അകത്ത് നിന്ന് റഷ്യനും ബെലാറസിനൊക്കെ നമ്മൾ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് അപ്പാർത്തൈഡ് നടന്നിരിക്കുന്ന ഒരു കണ്ടീഷൻസിൽ. ഓക്കെ, സൗത്ത് ആഫ്രിക്കയിലൊക്കെ അപ്പാർത്തൈഡ് നടക്കുന്നത്. അപ്പം നിങ്ങൾ പ്രിലിംസ് നോട്ടിൽ വേണമെങ്കിൽ എന്തായിരുന്നു അപ്പാർത്തൈഡ് എന്നുള്ള കാര്യങ്ങൾ, നിങ്ങൾ വേൾഡ് ഹിസ്റ്ററിയെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പോയിന്റാണ്. അപ്പാർത്തൈഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഇവന്റ് ആയിരുന്നു. ഒരു ഇവന്റ് എന്ന് പറയാൻ പറ്റില്ല, നമ്മളൊരു കില്ലിംഗ് ഒരു ഇവന്റ് പോലത്തെ ഒരു കാര്യമായിരുന്നു. അപ്പോൾ എന്താണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണം പ്രിലിംസ് നോട്ടിൽ എഴുതി വെക്കാം. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ സമയത്താണെങ്കിൽ പോലും റഷ്യനും ബെലാറസിൽ നിന്നും ഇത്തരത്തിലുള്ള അക്കാദമിക് ആക്ടിവിറ്റീസ് ഇവന്റിൽ നിന്ന് വിട്ടു നിർത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇതിൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഓൾറെഡി അറിയാം, നമ്മൾ US അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്ന് മാറി നമ്മൾ ചൈന സെൻറ്റേഡ് ആയിട്ടുള്ള അലൈൻമെന്റിലേക്കാണ് നമ്മുടെ ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രായേലി എംബസി ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിസിഷൻ നമ്മൾ ഇന്ത്യയിൽ വെച്ചിട്ടാണല്ലോ ഈ ഒരു പ്രോഗ്രാം നടന്നിട്ടുള്ളത്. അപ്പം ഇന്ത്യക്കാർ ഇതിൻ്റെ അകത്ത് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ, അതായത് ഇന്ത്യയും ഇസ്രായേലും വളരെ നല്ല ബന്ധമാണ്. ബട്ട് ഇപ്പോൾ റീസെന്റ് ആയിട്ട് നമ്മൾ അമേരിക്കയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന സമയത്ത് ഓഫ് കോഴ്സ് നമ്മൾ ഇസ്രായേലിൽ നിന്ന് കുറച്ച് വിട്ടു നിൽക്കും. അപ്പോൾ ഇസ്രായേലി എംബസി പ്രൊട്ടസ്റ്റ് ചെയ്ത കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിസിഷൻ ഇന്ത്യയുടെ കൂടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയാണോ ഇതിൽ കൂടുതലും എംഫസൈസ് ചെയ്തുള്ള കാര്യങ്ങൾ ചോദിച്ച സമയത്ത് IOA ക്ലാരിഫൈ ചെയ്തു ഈ ഡിസിഷൻസ് കളക്റ്റീവ്ലി എടുത്തതാണ്, ഒരിക്കലും ഇന്ത്യൻ അതോറിറ്റീസിന്റെ ഇൻഫ്ലുവൻസിൽ വന്നിട്ടുണ്ടായിരുന്നല്ല, ഞങ്ങൾ എല്ലാവരും കൂടി കളക്റ്റീവായിട്ടാണ് നിങ്ങളെ മാറ്റി നിർത്താം എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നത് എന്നാണ് തിരിച്ചറിയിച്ചിട്ടുണ്ടായിരുന്നത്. Okay, the article discussed the responsibility of Indian academics and scientists to uphold ethical standards, especially during humanitarian crisis. അതായത് ഇതിൽ ഈ ആർട്ടിക്കിൾ മെയിൻ ആയിട്ട് നോക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മൾ ഏതൊരു കമ്മ്യൂണിറ്റി ആണെങ്കിൽ അതിനകത്തുള്ള എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് എങ്ങനെയായിരിക്കണം. ദാറ്റ് മീൻസ് ഒരു ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് നിങ്ങൾ എപ്പോഴും മുന്നിൽ വെക്കണം. അപ്പോൾ കാരണം ഇവിടെ അക്കാദമിക്സ് സെപ്പറേറ്റ് ആണ്, ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് സെപ്പറേറ്റ് ആണ്. അങ്ങനെ സെപ്പറേറ്റ് ആയി ചെയ്യേണ്ട കാര്യമില്ല. ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ഉണ്ടാക്കുന്ന രാജ്യം ആരാണോ അല്ലെങ്കിൽ രാജ്യം ഏതാണോ അല്ലെങ്കിൽ ആരൊക്കെയാണോ അവരെ നമുക്ക് അക്കാദമിക്സിൽ നിന്ന് മാറ്റി നിർത്തുക. കാരണം ഒരു മോറൽ പ്രഷർ ഗവൺമെന്റിനെതിരെ നൽകുക. ദാറ്റ് മീൻസ് ഇസ്രായേൽ ഗവൺമെന്റിനെതിരെ മോറൽ പ്രഷർ അക്കാദമിക്സ് കൊണ്ട് മാത്രം നിങ്ങൾ ഇങ്ങോട്ട് വരണം, അല്ലെങ്കിൽ സ്പോർട്സ് ഇവന്റ് നിങ്ങൾ വരുന്ന സമയത്താണ് നിങ്ങളെ ഞങ്ങൾ മാറ്റി നിർത്തും, ബിക്കോസ് നിങ്ങൾ ഈ ഒരു ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് വില വെക്കുന്നില്ല എന്നുള്ളത് കൊണ്ട്. ഓക്കെ, some Indian academics and social media voices criticized the petition, raising concerns about academic freedom and role of politics in science events.
അപ്പം ഇനി ഇന്ത്യയിലെ കണ്ടീഷൻ നോക്കുന്ന സമയത്ത് ഇന്ത്യയിലുള്ള കുറച്ച് അക്കാദമിക്സും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ആളുകളും പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന അക്കാദമിക് ഫ്രീഡം അതുപോലെ തന്നെ പൊളിറ്റിക്സും കൂടി മിക്സ് ചെയ്യുന്നത്? അതായത് ഇസ്രയേലും ഗാസയിലും നടക്കുന്ന ഒരു കണ്ടീഷൻസ് വെച്ചിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇസ്രയേലിനെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നത് തുടങ്ങിയ ഒരുപാട് വോയിസസ് ആണ് ഇന്ത്യയിൽ നിന്ന് വരുന്നത്. അതായത് ഇസ്രയേലിനെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു വോയിസ് ആണ് ഇന്ത്യയിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം IOA ക്ലാരിഫൈ ചെയ്തിരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ദാറ്റ് മീൻസ് എന്താണ് ഈ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് എന്നൊരു ചോദ്യത്തിന് IOA കൊടുത്തിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം 90% ഓഫ് ഗാസയുടെ സ്കൂളുകളും 94% ഹോസ്പിറ്റൽസും ഓൾറെഡി ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് ഇതിനൊരു ഫെമൈൻ ആയിട്ട്, ദാറ്റ് മീൻസ് ഒരു കടുത്ത പട്ടിണി എന്നൊരു കണ്ടീഷൻസിലേക്ക് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു മാൻ മെയ്ഡ് ആയിട്ടുള്ള ഡിസാസ്റ്റർ ആണെന്നുള്ള കാര്യങ്ങൾ UN ഓൾറെഡി ഈ ഒരു സിറ്റുവേഷൻസിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് ഇത്രത്തോളം ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ആണ് ഇസ്രായേൽ കാരണം ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സിവിൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് അവിടെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഡെത്ത് ടോളുകൾ അവിടെ കൗണ്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആൻഡ് മോർ ദാൻ 10% ഓഫ് ഗാസസ് പോപ്പുലേഷൻ അഫക്റ്റ്, അതായത് ഗാസയിലുള്ള 10% കൂടുതൽ ആളുകൾ ഈ ഒരു ക്രൈസിസിൽ എഫക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. Okay, comparisons are made to previous genocides and forced displacements in history such as Nakba of 1948. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ 1948 നഗ്ബ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഡിസ്പ്ലേസ്മെന്റ് ഹിസ്റ്ററി നമ്മുടെ വേൾഡ് ഹിസ്റ്ററിയിൽ പഠിക്കാനുള്ളതാണ്. അപ്പം ഇതും വേണമെങ്കിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം, എന്താണ് ഈ നഗ്ബ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം അതേപോലെ തന്നെ സിറ്റുവേഷനിലാണ് ഈ ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് മറ്റൊരു അഭിപ്രായം വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് ആർട്ടിക്കിളിലേക്ക് വരാം. അപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മുടെ അക്കാദമിക്സ് അല്ലെങ്കിൽ സയന്റിസ്റ്റിന്റെ മോറൽ ഡ്യൂട്ടി എന്തായിരിക്കണം? അപ്പം ഇതിൽ റൈറ്റർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്കാദമിക്സ് ഒരിക്കലും ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസിൽ നിന്നോ ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിൽ നിന്നോ സെപ്പറേറ്റ് ആയിട്ടുള്ള കാര്യമല്ല. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഇപ്പൊ അക്കാദമിക്സിലേക്ക് അല്ലെങ്കിൽ സയന്റിസ്റ്റുകളോ എന്തോ ആകാം, അത് കുഴപ്പമില്ല. ബട്ട് നിങ്ങൾ ഹ്യൂമാനിറ്റേറിയൻ റോങ്സ് കാണുന്ന സമയത്ത് അതിനെതിരെ കളക്റ്റീവ് ആയിട്ടുള്ള പ്രഷർ കൊണ്ടുവരണം. കാരണം നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമായിരിക്കില്ല, ബട്ട് ഇതൊരു ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിലും ചിന്തിക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് ആ മോറൽ വാല്യൂ അക്കാദമിക്സിനും അതുപോലെ തന്നെ സയന്റിസ്റ്റിനും ഉണ്ടായിരിക്കണം എന്നാണ് ഈ റോൾ ഓഫ് അക്കാദമിക്സ് എന്നൊരു ഇതിൽ നമ്മുടെ ആർട്ടിക്കിൾസിൻ്റെ അകത്ത് എന്താണ് ഈ റൈറ്റർ ഇൻസിസ്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാഷണൽ ആയിക്കോട്ടെ ഇന്റർനാഷണൽ പോളിസികളായിക്കോട്ടെ, കാരണം നിങ്ങൾക്കും ഇൻഫ്ലുവൻസ് ചെയ്യും, ഒരു വളരെ ചെറിയ രീതിയിലുള്ളൊരു പ്രഷർ നിങ്ങൾക്കും ഏർപ്പെടുത്താമെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇത്രയുമാണ് ഈ ആർട്ടിക്കിൾസിൽ നോക്കാനുള്ളത്. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ, ദ ലോങ് മാർച്ച് അഹെഡ് ടു ടെക്നോളജിക്കൽ ഇൻഡിപെൻഡൻസ്. ഓക്കെ, ഈ ആർട്ടിക്കിളിൽ വീണ്ടും നമ്മൾ തിരിച്ചൊരു GS പേപ്പർ 3 ടെക്നോളജി, സയൻസ് ആൻഡ് ടെക്നോളജി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിളാണ്. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജിക്കൽ ഫ്രീഡം. നമുക്കറിയാം, ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന Gmail, ഗൂഗിൾ ഓൺ ചെയ്തിരിക്കുന്ന Gmail, പല കമ്പനികൾ പോലും റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന Gmail അണ്ടറിലാണ്. ഓക്കെ, അപ്പം നമ്മൾ ഓൾറെഡി US നിന്ന് അല്ലെങ്കിൽ US ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള രാജ്യത്തിൽ നിന്ന് നമ്മൾ പതുക്കെ എന്താണ് ചൈനീസ് ലെഡ് അല്ലെങ്കിൽ ചൈന റഷ്യ ഭാഗത്തേക്ക് നമ്മൾ പതുക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് റീസെന്റ് ആയിട്ട് അറിയാം. കാരണം US നൽകിയിരിക്കുന്ന എക്കണോമിക് സാങ്ഷൻസിൽ നിന്നൊക്കെ ഇന്ത്യ പതുക്കെ US നിന്നുള്ള റിലേഷൻസ് പതുക്കെ വിട്ട് ചൈനയിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റീസെന്റ് ആയിട്ടുള്ള കുറച്ച് ആർട്ടിക്കിൾസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ US അണ്ടറിലുള്ള ഗൂഗിൾ അതുപോലെ തന്നെ മറ്റ് ഏറ്റവും സൈബർ ജയൻസ് എന്നൊക്കെ പറഞ്ഞു പോയിരിക്കുന്ന ആളുകളിൽ നിന്ന് നമ്മൾ അത്രത്തോളം ഡിപ്പെൻഡന്റ് ആണ് ആക്ച്വലി. ബട്ട് ആ ഡിപ്പെൻഡൻസി നമുക്ക് മാറ്റാൻ സാധിക്കണം. കാരണം രാജ്യത്തിനെ പേടിക്കുന്ന സമയത്ത് നമ്മൾ എൻ്റെ കാര്യങ്ങൾ പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പറയുന്ന കാര്യം, ടെക്നോളജിക്കൽ സോവറിനിറ്റി is crucial is now as crucial as political freedom for India's genuine independence. അതായത് ആക്ച്വൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് നമ്മൾ ടെക്നോളജിക്കൽ സോവറിനിറ്റി കൂടി കിട്ടണം. ദാറ്റ് മീൻസ് നമ്മൾ ടെക്നോളജിക്കൽ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. ഒരു രാജ്യത്തിനെ പോലും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യണം മറ്റു രാജ്യങ്ങൾ, ഫോറിൻ കമ്പനീസിന്, മെയിൻലി ഫ്രം വൺ കൺട്രി എന്ന് പറയുന്നത് നമ്മൾ US മെയിൻലി ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ക്രിട്ടിക്കലായിട്ട് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, ക്ലൗഡ്, AI, സെമി കണ്ടക്ടേഴ്സ് തുടങ്ങിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ഒരു രാജ്യത്തിന് മാത്രം ഫോക്കസ് ചെയ്യണം. അപ്പം ആ രാജ്യം പറയാനൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം. ഏതെങ്കിലും കാരണവശാൽ നമ്മളെ രാജ്യത്തിനെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ കാര്യങ്ങളിലൊക്കെ നമുക്ക് ബ്ലോക്കേഡ് വരും. നമ്മൾ ഒരുപാട് എക്കണോമിക്ക് വളരെ താഴേക്ക് പോകാൻ സാധിക്കും. അപ്പം ഇതിൽ ആർട്ടിക്കിൾസിൽ ഓദർ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മോഡേൺ വാർഫെയർ എന്ന് പറഞ്ഞിരിക്കുന്നത് മെയിൻ ആയിട്ട് സോഫ്റ്റ്വെയർ, സൈബർ അറ്റാക്സ്, ഡിജിറ്റൽ ബ്ലാക്ക് ഔട്ട്സുകളൊക്കെയാണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. ഡിജിറ്റൽ ബ്ലാക്ക് ഔട്ട്സ് കംപ്ലീറ്റ്ലി ആ ഒരു സെർവറെ അവർ ബ്ലോക്ക് ചെയ്ത് കളയും. അപ്പം ഇതിനാണ് ഡിജിറ്റൽ ബ്ലാക്ക് ഔട്ട്സ് എന്നൊക്കെ പറയുന്നത്. അപ്പം ആ ഒരു മോഡേൺ വാർഫെയർ സിസ്റ്റം പണ്ടത്തെ പോലെ തോക്കോ കാര്യങ്ങളോ വെച്ചിട്ടുള്ള വാർഫെയർ അല്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഇലക്ട്രോണിക് വാർഫെയർ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളിലൊക്കെ ഇന്ത്യ മറ്റു രാജ്യങ്ങളെ ഡിപ്പെൻഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ രാജ്യത്തിന്റെ അണ്ടറിലേക്ക് പോകുന്നതായിരിക്കും. ഇനി എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ഈ പറഞ്ഞിരിക്കുന്ന ടെക്നോളജിക്കൽ സോവറിനിറ്റി കിട്ടാത്തത്, അല്ലെങ്കിൽ ഇന്ത്യക്ക് എന്തുകൊണ്ട് ഇതിലേക്ക് എത്താൻ സാധിക്കുന്നില്ല? ഇതിന് മെയിനായിട്ട് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഇന്ത്യക്ക് ഫുള്ളി ഇൻഡിജിനസ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ ലാപ്ടോപ്പിലൊക്കെ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ പോലും ഇപ്പോൾ ഫുള്ളി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഡിജിനസ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇന്ത്യക്ക് അവൈലബിൾ ആയിട്ടില്ല. ഡാറ്റാബേസ് ഇല്ല, ഇമെയിൽ ഇന്ത്യക്കില്ല, അതുപോലെ തന്നെ ക്ലൗഡ് സിസ്റ്റം ഇതൊന്നും ഇന്ത്യക്കില്ല. ഇതൊക്കെ മറ്റ് രാജ്യങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ ഏറ്റവും ഫൗണ്ടേഷണൽ ഡിജിറ്റൽ സിസ്റ്റം നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കണം എന്നാണ് പറയുന്നത്. Okay, disruptions to foreign cloud or AI servers, even due to global politics, could seriously harm Indian economy, government and daily life. ഫോർ എക്സാമ്പിൾ നമ്മൾ ഏതെങ്കിലും രാജ്യമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ചൈനയുമായിട്ട് ഇഷ്യൂ വരുന്ന സമയത്താണ് നമ്മൾ ടിക്ടോക്ക് ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് അതുപോലെ തന്നെ അതിനെ വെച്ചിട്ട് ഡെയിലി ലൈഫൊക്കെ മുന്നോട്ട് കൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അല്ലേ, നമുക്കറിയാവുന്ന ഒരു കാര്യമാണത്. പെട്ടെന്ന് തന്നെ ബ്ലോക്ക് ചെയ്ത സമയത്ത് ഒരുപാട് ഇവൻ പേഴ്സണൽ ലൈഫ് പോലും നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ഡിസ്ട്രപ്ഷൻസ് അല്ലെങ്കിൽ ഫോറിൻ ക്ലൗഡ്സ് അല്ലെങ്കിൽ ഫോറിൻ ഡാറ്റാബേസും കാര്യങ്ങളൊക്കെ അവർ അറ്റ് എ ടൈം ഷട്ട് ഡൗൺ ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ ഇന്ത്യൻ എക്കണോമിനെ ബാധിക്കും, ഇന്ത്യൻ ഗവൺമെന്റിനെ ബാധിക്കും, അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫിനെ പോലും ബാധിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അറ്റ്ലീസ്റ്റ് അവർ ഓദർ പറയുന്ന കാര്യം അറ്റ്ലീസ്റ്റ് ഡിജിറ്റൽ സോവറിനിറ്റി നിങ്ങൾ നേടണം. ഹാർഡ്വെയർ സോവറിനിറ്റി കിട്ടൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഹാർഡ്വെയർ മേക്ക് ചെയ്യുക, സെമി കണ്ടക്ടേഴ്സും ചിപ്പുകളും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അതിനാവശ്യമുള്ള റോ മെറ്റീരിയൽസ് കിട്ടണം, ഹ്യൂജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമായിട്ടുണ്ട്, എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യണം. ഒരു ലോങ് ടേം പ്ലാനിങ് ആണ് ഹാർഡ്വെയറിന്റെ മുകളിൽ നമ്മൾ സോവറിനിറ്റി മേക്ക് ചെയ്യുക. ദാറ്റ് മീൻസ് ഇപ്പോൾ ലാപ്ടോപ്പ് നമ്മൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഒരു സെമി കണ്ടക്ടർ നമ്മൾ ഉണ്ടാക്കുന്നു, മറ്റു രാജ്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാതെ നിൽക്കാൻ ഇന്ത്യ ശ്രമിക്കുക എന്നുള്ളത്. അപ്പം ഹാർഡ്വെയർ സോവറിനിറ്റി വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി എന്താ വേണ്ടത്? അപ്പോൾ അറ്റ്ലീസ്റ്റ് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമില്ലാത്ത സോഫ്റ്റ്വെയർ ഡിപ്പെൻഡൻസി എങ്കിലും ഇന്ത്യ കൈവരിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഇൻഡിജിനസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇന്ത്യ ഫോക്കസ് ചെയ്യുക, സോഫ്റ്റ്വെയർ കണ്ടീഷൻസിലേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൊല്യൂഷൻസ് പറഞ്ഞ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് വേണമെങ്കിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഒരു പാത്വേ ആണ്. അതായത് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കാം, അതിന് സെർവേഴ്സ് യൂസ് ചെയ്യാം, ഡാറ്റാബേസ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ക്ലൗഡ് സിസ്റ്റം യൂസ് ചെയ്യാം. അപ്പം ട്രസ്റ്റഡ് ആയിട്ടുള്ള ഇൻഡിജിനസ് ആയിട്ടുള്ള സൊല്യൂഷൻസ് നമുക്ക് മേക്ക് ചെയ്യാൻ സാധിക്കും. ദാറ്റ് മീൻസ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ചാൽ മതി എന്നാണ് പറയുന്നത്. കാരണം ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ മണ്ടലായിരിക്കില്ല. അപ്പം ഇന്ത്യക്ക് പെട്ടെന്ന് ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് യൂസ് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്. Okay, then teams should focus on both client, user facing and server side, backend components aiming for full system self support and even if some manufacturing is done abroad. അതായത് ഈ ഇതിൽ വരുന്ന ടീംസ് കംപ്ലീറ്റ്ലി എന്ത് ഫോക്കസ് ചെയ്യണം? ബാക്ക് എൻഡിൽ ഫോക്കസ് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട് എൻഡിൽ ഫോക്കസ് ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഏതെങ്കിലും ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ഫോണിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണെന്ന് കരുതിക്കോ. അപ്പോൾ ആ സോഫ്റ്റ്വെയർ ആണെങ്കിൽ പോലും അതിന്റെ ബാക്ക് എൻഡ് കംപ്ലീറ്റ്ലി വരുന്ന ഫോറിൻ സെർവേഴ്സിലായിരിക്കും. അപ്പോൾ ഫ്രണ്ട് എൻഡ് ആയിരിക്കും ചിലപ്പം നമ്മുടെ ക്ലയൻസ് അല്ലെങ്കിൽ ഇന്ത്യൻ മെയ്ഡ് ക്ലയൻസ് മേക്ക് ചെയ്തിരുന്നത്. കാരണം അവർ ബാക്ക് എൻഡ് കംപ്ലീറ്റ് ഉപയോഗിക്കുന്നത് ഫോറിൻ സെർവേഴ്സ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഫോക്കസ് ചെയ്താൽ പോരാ, നമ്മൾ ബാക്ക് എൻഡ് ആണെങ്കിൽ പോലും സെർവർ സൈഡ് ആണെന്നുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ യൂസർ സൈഡ് ആണെങ്കിൽ പോലും ഒരേ ടീം തന്നെ ഇത് ഫോക്കസ് ചെയ്യണം. ഇവൻ തോ അതിനാവശ്യമായിട്ടുള്ള ഡാറ്റാബേസോ അല്ലെങ്കിൽ സെർവേഴ്സ് മേക്ക് ചെയ്യാനായിട്ടുള്ള മാനുഫാക്ചറിങ് പുറത്ത് നടന്നാൽ പോലും സോഫ്റ്റ്വെയറിലെങ്കിലും നിങ്ങൾ മറ്റു രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് IT പ്രൊഫഷണൽസ്, അക്കാദമിയ, ഗവൺമെന്റ് തുടങ്ങിയ ആളുകളൊക്കെ കൊളാബറേറ്റ് ചെയ്തൊരു ഓപ്പൺ ഷെയറിംഗ് ആൻഡ് ലേണിംഗ് ഡ്രൈവ് മുന്നോട്ട് കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ ഫോറിൻ കൺട്രീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കുറക്കാൻ ശ്രമിക്കാം. Implementation and long-term vision. A central government mission with clear objective and adequate resource need to be set up immediately for indigenous software and hardware development. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ ഫൗണ്ടേഷണൽ ട്രസ്റ്റഡ് സിസ്റ്റംസ് മേക്ക് ചെയ്യാം. ഒരു ജസ്റ്റ് റിസർച്ച് മാത്രമല്ല, നമ്മളെല്ലാത്തിലും റിസർച്ച് മാത്രമേ ചെയ്യാറുള്ളൂ. റിസർച്ച് മാത്രമല്ല, ആക്ച്വലി അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന കണ്ടീഷൻസിലേക്ക് എത്താൻ ശ്രമിക്കാം. ദാറ്റ് മീൻസ് അൾട്ടിമേറ്റ് ഗോൾ എന്താണ്? നമ്മൾ സെൽഫ് റിലയന്റ് ആവുക. സെൽഫ് റിലയൻസ് ഇൻ ടെക്നോളജി ഫോർ കീ സെക്ടർ ആൻഡ് ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, ensuring India cannot be held hostage to external digital disruptions. അതായത് ഇന്ത്യ ഒരിക്കലും മറ്റ് രാജ്യങ്ങൾ പെട്ടെന്ന് തന്നെ ബാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരുടെ ഹോസ്റ്റേജസ് ആയി മാറാൻ പാടില്ല. ദാറ്റ് മീൻസ് അവരുടെ അണ്ടറിലേക്ക് മാറി അല്ലെങ്കിൽ അവരുടെ ഒരു പിടിയിലാകപ്പെടുന്ന കണ്ടീഷൻസിലേക്ക് മാറാൻ പാടില്ല. നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ എന്താണ്? സെൽഫ് റിലയന്റ് ആയിരിക്കണം ടെക്നോളജിയിൽ. അതിനകത്തുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണ്, നമുക്ക് വരുന്ന ബാക്ക് ഡ്രോപ്പുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് ഈ ആർട്ടിക്കിൾസിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, Okay, moving on to next article. Cloud, our everyday artificial intelligence chatbot become conscious. അപ്പോൾ ഈ ആർട്ടിക്കിൾസിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ഫോക്കസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഇതിന്റെ കണ്ടക്സ്റ്റ് മാത്രം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ ആർട്ടിക്കിൾ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ AI ചാറ്റ് ബോട്ട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം ഏതൊരു സോഫ്റ്റ്വെയർ എടുത്ത് നോക്കിയപ്പോൾ ഏതൊരു ആപ്ലിക്കേഷൻ എടുത്ത് നോക്കിയപ്പോൾ നമുക്ക് അതിനകത്ത് AI ചാറ്റ് ബോട്ട്സുകളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരു റിയൽ ഹ്യൂമൻ നിൽക്കുന്നതിന് പകരമായിട്ട് AI ചാറ്റ് ബോട്ട്സുകളായിരിക്കും നമുക്ക് റിപ്ലൈ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം കസ്റ്റമർ സർവീസ് ആയിക്കോട്ടെ, മെന്റൽ സപ്പോർട്ട് ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ, എന്റർടൈൻമെന്റ് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ അവിടെയൊക്കെ ഈ AI ചാറ്റ് ബോട്ട്സുകളാണ് ഇപ്പം കംപ്ലീറ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത്.
അപ്പം ഇത്തരത്തിലുള്ള AI ചാറ്റ് ബോട്ട്സിനും ശരിക്കും പറഞ്ഞത് കോൺഷ്യസ് ആണോ? അപ്പൊ ആക്ച്വലി കോൺഷ്യസ് ആണോ, അല്ലെങ്കിൽ അവരുടെ നമ്മളെ ഫീലിങ്സ് മനസ്സിലാക്കിയിട്ടാണോ അവർ ഇതിന് റിപ്ലൈ തരുന്നത്? അതായത് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സിമുലേഷൻസ് ഇവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പൊ കോൺഷ്യസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനസാക്ഷി, ദാറ്റ് മീൻസ് ഒരു ബോധം അവർക്കുണ്ടോ, AI ചാറ്റ് ബോട്ട്സിന് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളാണ്. അപ്പം ഈ AI ചാറ്റ് ബോട്ട്സുകളൊക്കെ മേക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേക്ക് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് മോഡൽസുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും. അപ്പം എന്താണ് കോൺഷ്യസ്നസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? അതായത് സയന്റിസ്റ്റുകൾ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഷ്യസ്നസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്ജക്റ്റീവ് അവയർനെസ് ആണ്. ദാറ്റ് മീൻസ് പേഴ്സണൽ അല്ലെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ എക്സ്പീരിയൻസ് വിത്ത് ഫീലിംഗ്സ്, സെൻസേഷൻ ആൻഡ് ഇമോഷൻസ്, ഇതൊക്കെയാണ് കോൺഷ്യസ് എന്ന് ആക്ച്വലി പറയുന്നത്. അതായത് ഒരു സെൻസേഷൻ, ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ ഒരു ഫീലിംഗ്സ്, ഇതൊക്കെയാണ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. ബട്ട് AI ചാറ്റ് ബോട്ട്സിന്റെ കണ്ടീഷൻസിൽ ഈ ഒരു കാര്യങ്ങൾ ഒരിക്കലും ഉണ്ടായിരിക്കില്ല. അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സിമുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഒരുപാട് തരത്തിലുള്ള ചാറ്റുകൾ അവർ ഐഡന്റിഫൈ ചെയ്ത് മോഡൽസുകളായി ഉപയോഗിച്ചതിന് ശേഷം ഒരു സെറ്റ് ഓഫ് നോളജ് ക്രിയേറ്റ് ചെയ്യും. ആ സെറ്റ് ഓഫ് നോളജ് ആൻഡ് പാറ്റേൺ, അതാണ് AI ചാറ്റ് ബോട്ട്സുകൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് റിയൽ ആയിട്ട് ഒരാളുടെ ഒരു ഇഷ്യൂസുകളോ കാര്യങ്ങളോ എന്ത് ചെയ്യാൻ സാധിക്കില്ല, അഡ്രസ്സ് ചെയ്യാൻ സാധിക്കാറില്ല എന്നാണ് പറയുന്നത്. അതായത് ഒരു ഇമോഷൻസ് ഉണ്ടായിരിക്കില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ അവർ റിപ്ലൈ തരുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഏത് ഇമോഷൻസിനാണോ സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും AI ചാറ്റ് ബോട്ട്സിന് മനസ്സിലാവില്ല. ഓക്കെ, അപ്പം ഇതിൽ സയന്റിസ്റ്റുകൾ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഒരു AI പോലും ഒരു ഒതന്റിക് ആയിട്ടുള്ള കോൺഷ്യസ് തന്നെ ആയിക്കില്ല. ദാറ്റ് മീൻസ് AI സിസ്റ്റം ലൈക്ക് ചാറ്റ് ബോട്ട്സ് ലാക്ക് സെൽഫ് അവയർനെസ്, ഇന്റേണൽ എക്സ്പീരിയൻസ് ഓർ ട്രൂ ഇമോഷൻസ്. അപ്പം ഒതന്റിക് ആയിട്ടുള്ള ഒരു കോൺഷ്യസ്നസ് ഉള്ള ഒരു ചാറ്റ് ബോട്ട്സുകളും നിലവിലില്ല. ഇതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മളെ എന്തിരൻ മൂവിന്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് മീൻസ് ആ മൂവിന്റെ അകത്ത് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഒരു റോബോട്ടാണ്. ബട്ട് ആ റോബോട്ടിന് എന്താണ് കോൺഷ്യസ്നസ് വന്ന സമയത്ത് ഉണ്ടായിരിക്കുന്ന ഇഷ്യൂസ് ആയിരുന്നു ആ മൂവിനകത്ത് കംപ്ലീറ്റ്ലി കാണിക്കുന്നത്. പക്ഷെ അങ്ങനത്തെ ഒരു AI ഇതുവരെ ഡെവലപ്പ് ആയിട്ടില്ല എന്നാണ് പറഞ്ഞത്. കാരണം ഒരുപാട് ട്രൂ ഇമോഷൻസ് മനസ്സിലാക്കാൻ പറ്റുന്ന AI ചാറ്റ് ബോട്ട്സ് നിലവിലില്ല എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ടെക്നിക്കൽ ആൻഡ് എത്തിക്കൽ ഇംപ്ലിക്കേഷൻസ് എന്താണ്? AI ചാറ്റ് ബോട്ട്സുകൾ ഒരു അൽഗോരിതത്തിന്റെ ബേസിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരുപാട്, ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരുപാട് മോഡൽസുകൾ അപ്ലൈ ചെയ്തിട്ട് ഒരു സെൽഫായിട്ട് ജെനുവിൻ ആയിട്ടുള്ള ഒരു റിഫ്ലക്ഷൻസ്, ജെനുവിൻ ആയിട്ടുള്ള ആളുകളുടെ ഇമോഷൻസ് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള റിഫ്ലക്ഷൻസോ കാര്യങ്ങളോ തരില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാറില്ല, ഒരു വോയിസ് ചേഞ്ച് ആയാൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. ചിലപ്പോൾ നോർമൽ ആയിട്ടായിരിക്കും അവർ പറയുന്നത്, വോയിസ് ചേഞ്ച് ആയാൽ തന്നെ അവരുടെ ഇമോഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. പക്ഷേ ഈ ഒരു കാര്യങ്ങളൊന്നും ആർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല? AI ചാറ്റ് ബോട്ട്സിന് മനസ്സിലാക്കാൻ പറ്റില്ല. ബിക്കോസ് ചാറ്റ് ബോട്ട്സ് എംപത്തിന്റെ ബേസിൽ മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് എന്തെങ്കിലും കാരണവശാൽ അവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാൻ ചാറ്റ് ബോട്ട്സിന് സാധാരണ സാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കണ്ടീഷൻസ്, ഇനി ഓൺഗോയിങ് ചലഞ്ച് എന്താണ്? അച്ചീവിങ് ഹ്യൂമൻ ലൈക്ക് കോൺഷ്യസ്നസ് ഇൻ മെഷീൻസ് റിമെയിൻസ് എ ഡിസ്റ്റന്റ് പോസിബിലിറ്റി. ദാറ്റ് മീൻസ് ഒരു സാധാരണ ആളുകളെ പോലെയുള്ള കോൺഷ്യസ്നസ് ഒരു ചാറ്റ് ബോട്ടിന് കിട്ടുക എന്ന് പറയുന്നത് വളരെ വളരെ ഡിസ്റ്റന്റ് ആയിട്ടുള്ള പോസിബിലിറ്റിയാണ്. ബട്ട് എങ്ങാൻ നമുക്ക് ആ കണ്ടീഷൻസ് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ ആൻഡ് വുഡ് ഡിമാൻഡ് ബ്രേക്ക് ത്രൂ ഇൻ ബോത്ത് ടെക്നോളജി ആൻഡ് ഫിലോസഫി. ദാറ്റ് മീൻസ് അങ്ങനെ എങ്ങനെ നമുക്കൊരു കാര്യം കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു നേട്ടമായിരിക്കും എന്നാണ് പറയുന്നത്. നമ്മൾ ഇന്ത്യൻ മൂവിൻ്റെ അകത്ത് അതൊരു നെഗറ്റീവായിട്ടാണ് കാണിക്കുന്നത്. മേ ബി നെഗറ്റീവ് ഓർ പോസിറ്റീവ് ആവാം. പക്ഷെ അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രേക്ക് ത്രൂ നമുക്ക് ടെക്നോളജിയിലും ഫിലോസഫിയിലും ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു കാര്യങ്ങൾ മാത്രമാണ് ആ ആർട്ടിക്കിൾ പറയുന്നത്. ബാക്കി നിങ്ങൾ ഈ ഒരു PPT ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. Then moving on to final article, China digs in on rare earth commands global market. അപ്പം ചൈന എന്ന് പറയുന്ന രാജ്യം വേൾഡിലെ തന്നെ ഏറ്റവും കൂടുതൽ റെയർ എർത്ത് മിനറൽസുകൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഈ റെയർ എർത്ത് മിനറൽസ് എന്ന് പറയുന്നത്? റെയർ എർത്ത് മിനറൽസ് എന്ന റുബീഡിയം അല്ലെങ്കിൽ ഇറിഡിയം പോലെയുള്ള ഏറ്റവും വളരെ റെയർ ആയിട്ടുള്ള മിനറൽസിനെയാണ് നമ്മൾ റെയർ എർത്ത് എലമെന്റ്സ് അല്ലെങ്കിൽ റെയർ എർത്ത് മിനറൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എവിടെയാണ് ഉപയോഗിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ്, സെമി കണ്ടക്ടേഴ്സ്, മാഗ്നറ്റ്സ്, ഇലക്ട്രിക് വെഹിക്കിൾസ്, റിന്യൂവബിൾ എനർജി ടെക്നോളജീസ്, അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിഫൻസ് എക്യുപ്മെന്റ്സിലൊക്കെ നമുക്ക് ഈ റെയർ എർത്ത് എലമെന്റ്സുകൾ ആവശ്യമായിട്ടുണ്ട്. ഈ ആർട്ടിക്കിൾ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ 60% ഈ റെയർ എർത്ത് മിനറൽസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ചൈനയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചൈന ഈ ഗ്ലോബൽ മാർക്കറ്റിന്റെ അകത്ത് ഒരു അപ്പർ ഹാൻഡ് കൊണ്ടുവരികയാണ്. ദാറ്റ് മീൻസ് ഞങ്ങളുടെ അടുത്താണ് ഏറ്റവും കൂടുതൽ റെയർ എർത്ത് മിനറൽസ് ഉള്ളത്. വേൾഡിലെ തന്നെ 60%-ലും കൂടുതൽ റെയർ എർത്ത് മിനറൽസിന്റെ റിസർവ് ഉള്ളതും ചൈനയിലാണ്. ഓക്കെ, അതിന്റെ റിഫൈനിങ് കപ്പാസിറ്റി, അതിന്റെ മൈനിങ് കപ്പാസിറ്റി തുടങ്ങിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും മറ്റു രാജ്യങ്ങളെക്കാൾ ഏറ്റവും കൂടുതലുള്ളതും ചൈനയിലായത് കൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങളും ഈ ഒരു റെയർ എർത്ത് എലമെന്റ്സിന് വേണ്ടിയിട്ട് ചൈനയെ ഡിപ്പെൻഡ് ചെയ്യാറാണ് പതിവ്. ഓക്കെ, അപ്പൊ റീസെന്റ് ആയിട്ട് അപ്പൊ എന്താണ് സംഭവിച്ചത്? ആർട്ടിക്കിൾ നോക്കുന്ന സമയത്ത് റീസെന്റ് ആയിട്ട് ചൈന നടത്തിയിരിക്കുന്ന കുറച്ച് സ്ട്രാറ്റജിക് മൂവ്മെന്റുകൾ ഉണ്ട്. ദാറ്റ് മീൻസ് എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻസ്.
ട്രേഡ് ഡിസ്പ്യൂട്ട്സ് ആൻഡ് എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻസ്, അതായത് യുഎസും ചൈനയുമായിട്ട് ഒരു ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. യുഎസും ഇന്ത്യയുമായിട്ട് എല്ലാ രാജ്യങ്ങളായിട്ട് ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ചൈന മുന്നോട്ട് വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ യുഎസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന കുറച്ച് ട്രേഡ് റെസ്ട്രിക്ഷൻസ്, അങ്ങനെ ട്രേഡ് ചെയ്യാൻ പാടില്ല, അതുപോലെ തന്നെ ട്രേഡ് ഡിസ്പ്യൂട്ടുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചൈന പറഞ്ഞു, ഓക്കെ, അങ്ങനെയെങ്കിൽ ഞങ്ങളൊരു കാര്യം ചെയ്യാം, ഞങ്ങളുടെ റെയർ എർത്ത് എലമെന്റ്സുകൾ ട്രേഡ് ചെയ്യുന്നതോ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ടൈറ്റൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. അങ്ങനെ ചൈന ടൈറ്റൻ ചെയ്തു. ദാറ്റ് മീൻസ് അതിന്റെ മൈനിങ്, അതിന്റെ എക്സ്ട്രാക്ഷൻ, അതിന്റെ റിഫൈനിങ്, അതിന്റെ എക്സ്പോർട്ട് തുടങ്ങിയ എൻറ്റയർ കാര്യങ്ങളിൽ ചൈന ടൈറ്റൻ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ചൈന ടൈറ്റൻ ചെയ്ത സമയത്ത് ചൈന എക്സ്പോർട്ട് കുറച്ചു. അതുപോലെ ഹൈടെക് യൂസുകൾ ആവശ്യമുള്ള മാഗ്നറ്റ്സ്, ചിപ്സ്, ഡിസ്പ്ലേസ്, സെറാമിക്സ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക്, അങ്ങനെ ആ കാര്യങ്ങളൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന രാജ്യങ്ങളിലേക്കുള്ള എക്സ്പോർട്ടൊക്കെ ചൈന കുറച്ചു. അപ്പൊ ചൈന മെയിനായിട്ട് ആ കാര്യങ്ങളൊക്കെ കുറച്ച സമയത്ത് മറ്റ് രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ, അതായത് യുഎസുമായിട്ടുള്ള ഒരു വിദ്വേഷത്തിൽ ചൈന എക്സ്പോർട്ട് സ്ട്രാറ്റജി കുറച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മറ്റ് രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുണ്ടായിരുന്നത്. ദാറ്റ് മീൻസ് റീസെന്റ് യുഎസ് ആക്ഷൻസ് ഹാവ് sought to reduce dependency, encourage domestic productions and explore new supply chains, but China remains a dominant source for the foreseeable future. ദാറ്റ് മീൻസ് യുഎസിന്റെ ആക്ഷൻസ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ചൈനയെ ഫോക്കസ് ചെയ്യേണ്ട. യുഎസിലെ ആൾക്കാരോടൊക്കെ പറഞ്ഞു ചൈനയെ ഫോക്കസ് ചെയ്യണം, നമുക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ട്രേഡ് റെസ്ട്രിക്ഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ബട്ട് ആക്ച്വലി ഈ റെയർ എർത്ത് എലമെന്റ്സിന്റെ 60% റിസർവ് ഉള്ളത് ചൈനയിലായിപ്പോയി. അതുകൊണ്ട് തന്നെ ചൈന ഈ ഡോമിനന്റ് സോഴ്സ് ആയിട്ട് എപ്പോഴും ഇനി ഒരു കാണുന്ന ഫ്യൂച്ചറിൽ വരെ ചൈന ആയിരിക്കും ഈ ഡോമിനന്റ് പൊസിഷൻ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യുഎസിന്റെ ഈ ഒരു ആക്ഷൻ ശരിക്കും പറഞ്ഞാൽ യുഎസിനെ പോലും വീട്ടിലാഴ്ത്തുന്ന കണ്ടീഷൻ ആയിരിക്കും. അപ്പൊ സെക്ടർ ആൻഡ് എക്കണോമിക് ഇംപ്ലിക്കേഷൻസ്. അപ്പം ഇങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ് ചൈന വെച്ചത് കൊണ്ട് എന്തൊക്കെയാണ് ഇഷ്യൂസിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്? അപ്പം മേജർ ആയിട്ട് എഫക്ട് ചെയ്തിരിക്കുന്ന ഏരിയ എന്ന് വെച്ചാൽ ഇലക്ട്രോണിക്സ്, റിന്യൂവബിൾ എനർജി, ഡിഫൻസ്, അതുപോലെ തന്നെ ഹൈ ആൻഡ് മാനുഫാക്ചറിങ് തുടങ്ങിയിരിക്കുന്ന സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചൈനാസ് റെസ്ട്രിക്ഷൻ ഡയറക്ട്ലി ഇമ്പാക്ട് ഗ്ലോബൽ മാർക്കറ്റ്, കോസിംഗ് പ്രൈസ് ഫ്ലക്ച്വേഷൻ, സപ്ലൈ റിസ്ക് ഫോർ മേജർ ഇമ്പോർട്ടേഴ്സ് ലൈക്ക് യുഎസ്, ജപ്പാൻ, നെതർലാൻഡ്സ് ആൻഡ് അതേഴ്സ്. അപ്പം മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടേഴ്സ് ആയിട്ടുള്ള യുഎസ്, ജപ്പാൻ, നെതർലാൻഡ്സ് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ അവിടെ സെമി കണ്ടക്ടേഴ്സിനും അതുപോലെ തന്നെ റെയർ എലമെന്റ്സിന്റെ ഒക്കെ പ്രൈസ് ഫ്ലക്ച്വേഷൻസ് മൊത്തത്തിൽ ഗ്ലോബൽ മാർക്കറ്റിനെ തന്നെ ഇമ്പാക്ട് ചെയ്തു. കാരണം ചൈന ഇത് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞു. എന്താണ് കണ്ടീഷൻസ് ഉണ്ടായിരുന്നത്? ദാറ്റ് മീൻസ് വിത്ത് നിയർലി 75% ഓഫ് ന്യൂലി മൈൻഡ് റെയർ എർത്ത് കമ്മിങ് ഫ്രം ചൈന. അപ്പം നിലവിലുള്ള ഗ്ലോബൽ മാർക്കറ്റിലേക്ക് 75% റെയർ എലമെന്റ്സുകളും വരുന്നത് ചൈനയിൽ നിന്നാണ്. പിന്നെ ഒന്നാമത്തെ കാര്യം ആലോചിക്കേണ്ട കാര്യം AI തുടങ്ങിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, അതായത് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് ഈ റെയർ എർത്ത് എലമെന്റ്സുകൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ countries worry about critical supply disruptions, especially as China increasingly ties rare earth policy to broader trade and geopolitical goals. ഇപ്പോൾ ചൈനയുടെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിൽ ഒരു കൺട്രോൾ കൊണ്ടുവരാമെന്നാണ് ചൈന ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ലാസ്റ്റിന് ഫൈനൽ ഇന്ത്യയുടെ പൊസിഷൻ എന്താണെന്ന് നോക്കാം. ഇന്ത്യ ഏകദേശം 7.7% ഗ്ലോബൽ റെയർ എർത്ത് റിസർവ് ഇന്ത്യക്ക് ഉണ്ടെങ്കിൽ പോലും ഇന്ത്യക്ക് ഇതിന്റെ പ്രൊഡക്ഷൻസ്, അതുപോലെ തന്നെ മൈനിങ്, അതിന്റെ റിഫൈനിങ്, അതിന്റെ എക്സ്പോർട്സ്, അതിന്റെ പ്രോസസിംഗ് തുടങ്ങിയ കാര്യങ്ങളിലേക്കുള്ള ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഇന്ത്യക്ക് അവൈലബിൾ ആയിട്ടില്ല. അപ്പം ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കാട്ടും ഇന്ത്യ എപ്പോഴും ഫോക്കസ് ആയിട്ട് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യലാണ്. അതാണ് കുറച്ചുകൂടി വില കുറഞ്ഞ് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇഷ്ടത്തോളം ഷെയർ ഉണ്ടെങ്കിൽ പോലും ബട്ട് ഇറ്റ് ഷെയർ ഇൻ ഗ്ലോബൽ പ്രൊഡക്ഷൻ ഇസ് മച്ച് ലോവർ ഡ്യൂ ടു അണ്ടർ ഡെവലപ്ഡ് മൈനിങ് ആൻഡ് പ്രോസസിംഗ് ഇൻഫ്രാസ്ട്രക്ചർ. ദാറ്റ് മീൻസ് ഇന്ത്യക്ക് റിസർവ് ഉണ്ടെങ്കിൽ പോലും ഇന്ത്യ ഇത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? മൈൻ ചെയ്യുന്നില്ല, അത് പ്രോസസ് ചെയ്യുന്നില്ല, അതിന് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒന്നും ഇന്ത്യക്ക് അവൈലബിൾ ആയിട്ടില്ല. അപ്പം ഇതിൽ പറഞ്ഞിരിക്കുന്ന മെയിൻ കാര്യം സ്ട്രെങ്തനിങ് ഡൊമസ്റ്റിക് കാപ്പബിലിറ്റീസ് ത്രൂ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പബ്ലിക് പ്രൈവറ്റ് കൊളാബറേഷൻ ഈസ് എസെൻഷ്യൽ ഫോർ സപ്ലൈ സെക്യൂരിറ്റി. ഓക്കെ, സോ ഇന്ത്യൻ കണ്ടീഷൻസിലാണെങ്കിൽ പോലും ഒരു പബ്ലിക് പ്രൈവറ്റ് കൊളാബറേഷനിൽ ഈ ഇൻഫ്രാസ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അറ്റ്ലീസ്റ്റ് ഇന്ത്യയെങ്കിലും സെൽഫ് സഫിഷ്യന്റ് ആവുക. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു ആർട്ടിക്കിൾസിലെ തൊട്ട് മുന്നേ പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിളുമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്ത് പറയാം. ഓക്കെ, സോ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, ചാറ്റ്ബോട്ട്സിന്റെ കാര്യങ്ങൾ, ദാറ്റ് മീൻസ് അതുപോലെ തന്നെ ടെക്നോളജിക്കൽ ഇൻഡിപെൻഡൻസിന്റെ കേസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ആർട്ടിക്കിളുമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ആർട്ടിക്കിൾ കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഹാർഡ്വെയറിൽ പോലും ഇന്ത്യക്ക് സെൽഫ് റിലയന്റ് ആവാൻ സാധിക്കാത്തത്? ആ ഒരു കാര്യം ഇവിടെ ഓൾറെഡി ഈ ഒരു ആർട്ടിക്കിൾസിൽ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? റിസർവ് ഉണ്ടെങ്കിൽ പോലും അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള മൈനിങ് ആൻഡ് പ്രോസസിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ആണ് ഇന്ത്യക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. So for any doubts